ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 34. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗശ്ചേത് തൗ ഹൃസ്യാ പരിപന്ദിനൗ. വിവർത്തനം. ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്. ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണവ. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് ഭൗതിക ഭോഗങ്ങളിൽ സ്വതേ ആസക്തി കുറയും. മറ്റുള്ളവർ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായ നിബന്ധനകൾ അനുസരിക്കണം. അനിയന്ത്രിതമായ വിഷയസുഖഭോഗം ഒരാളെ ഭൗതികമായ ബന്ധനത്തിലകപ്പെടുത്തുന്നു. എന്നാൽ വൈദിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവില്ല. ഉദാഹരണത്തിന്, ബദ്ധനായ ആത്മാവിന് ആവശ്യമായ ഒന്നാണ് ലൈംഗിക ബന്ധം. അത് വിവാഹബന്ധത്തിൽ അനുവദനീയമാകുന്നു. ധർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാൾ സ്വഭാര്യയൊഴികെ മറ്റൊരു സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. മറ്റു സ്ത്രീകളെ സ്വന്തം അമ്മയെ പോലെ കരുതണം. ഈ നിബന്ധനകളെല്ലാം ഉണ്ടായിട്ടും ഒരാൾക്ക് പരസ്ത്രീ സംസർഗത്തിൽ ആഗ്രഹം തോന്നാം. ഈ പ്രവണതകൾ ഇല്ലാതാക്കിയേ തീരൂ. അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായി തീരും. ഭൗതിക ശരീരം നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ്. പക്ഷേ ചില നിബന്ധനകൾക്ക് വിധേയമായി വേണമെന്നു മാത്രം. എന്നിരുന്നാലും ഇത്തരം നിബന്ധനകൾ നമുക്കനുവദിക്കുന്ന സൗജന്യത്തെ ആശ്രയിക്കാൻ പാടില്ല. അനാസക്തിയോടെ വേണം ഈ നിബന്ധനകൾ അനുസരിക്കാൻ. എന്തെന്നാൽ നിയമാനുസൃതമായ ഇന്ദ്രിയ സുഖഭോഗങ്ങളും ഒരാളെ വഴിതെറ്റിച്ചെന്നു വരാം. ഉദാഹരണത്തിന്, രാജവീഥികളിൽ പോലും വാഹനാപകടം സംഭവിക്കാനിടയുണ്ടല്ലോ. എത്ര ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു പോരുന്ന രാജവീഥിയിൽ വെച്ചും അപകടമുണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയാനാവില്ല. എത്രയോ കാലമായി ഭൗതികതാ സമ്പർക്കം മൂലം നിലനിന്നു പോരുന്നതാണ് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തി. അതുകൊണ്ട് ഇന്ദ്രിയ സുഖത്തിന് നിയന്ത്രണം വരുത്തിയാലും പതനത്തിനു സാധ്യതകളേറെയുണ്ട്. നിയന്ത്രിച്ചു കൊണ്ടുള്ള ഇന്ദ്രിയ സുഖമാണെങ്കിലും എല്ലാവിധത്തിലും ഒഴിവാക്കേണ്ടത് തന്നെ. കൃഷ്ണാവബോധത്തോടുള്ള ആസക്തി അഥവാ പ്രേമപൂർവമായ ഭഗവത് സേവനം ഒരാളെ ഏതുവിധമുള്ള വൈഷയിക പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും കൃഷ്ണാവബോധത്തിൽ നിന്ന് അകലാൻ ആരും തുനിയരുത്. കൃഷ്ണാവബോധത്തിന്റെ ഉന്നത തലം പൂകലാണ് എല്ലാത്തരം വിഷയവിരക്തിയുടെയും ഉദ്ദേശ്യം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.